ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അർജുൻ മുങ്ങിത്താന്നപ്പോൾ അതിലേറെ ആഴത്തിലുള്ള മുറിവാണ് മനാഫ് എന്ന മനുഷ്യന്റെ മനസ്സിനേറ്റത്. സഹോദരനെപ്പോലെ കണ്ട് സ്നേഹിച്ചയാൾ മരണത്തിലേക്ക് നടന്നു നീങ്ങിയ ദുഃഖം ചില്ലറയല്ലായിരുന്നു മനാഫിനെ വേട്ടയാടിയത്. അതുകൊണ്ടുതന്നെ മനാഫ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഷിരൂരിൽ നിന്നും ഒരു മടക്കമുണ്ടെങ്കിൽ അത് അർജുനുമായി മാത്രം ആവുമെന്ന്. ആ നിശ്ചയദാർഢ്യമാണ് ഇന്നലെ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത്. ഒരു അന്യസംസ്ഥാന സർക്കാരിനെ പോലും ഞെട്ടിച്ച മനുഷ്യത്വത്തിൻ്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് മനാഫ്. സോഷ്യൽ മീഡിയ അർജുനെ കൊലപ്പെടുത്തിയെന്ന് കുറ്റപ്പെടുത്തിയപ്പോഴും മനസ്സ് കരിങ്കല്ലാക്കിയാണ് മനാഫ് പിടിച്ചു നിന്നത്. ജാതിയും മതവും പറഞ്ഞും മുതലാളി കൊലയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞും പലരും കുറ്റപ്പെടുത്തി. 3 ഘട്ടങ്ങളിലായി 71 ദിവസം നീണ്ട ഷിരൂർ ദൗത്യത്തിൻ്റെ അനിശ്ചിത നാളുകളിൽ മനാഫിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അധിക്ഷേപിച്ചിരുന്നു. അർജുനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെന്നടക്കമുള്ള പ്രചാരണങ്ങളുമുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം സംയമനം പാലിച്ച മനാഫ് മഴയും വെയിലും മാറി മാറി തീക്ഷ്ണത പകർന്ന ഷിരൂരിൽ തൻ്റെ സഹോദരനെ പോലെ കരുതിയ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ രാപ്പകലില്ലാതെ ഓടി നടക്കുകയായിരുന്നു. ഒടുവിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് തകർന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ ജീവനൊലിച്ചുപോയ നിലയിൽ അർജുനെ കണ്ടെത്തുമ്പോൾ അത് ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യനോടുള്ള ബഹുമാനത്തിൻ്റെ സാമൂഹിക പാഠമായി മാറി. സഹോദര ജീവൻ പുഴയിലുപേക്ഷിക്കുന്നതിന് പകരം അന്ത്യകർമ്മത്തിനായി ശേഷിപ്പെങ്കിലും വീണ്ടെടുക്കാനുള്ള സമാനതകളില്ലാത്ത ദൗത്യമാണ് ഷിരൂരിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയായാണ് കാണാതായ ലോകേഷ് ഭട്ട്, ജഗന്നാഥ് എന്നിവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന കാർവാർ MLA സതീഷ് സെയിലിൻ്റെ പ്രഖ്യാപനവും. അർജുനു വേണ്ടി കേരളം കാണിച്ച ജാഗ്രതയില്ലായിരുന്നുവെങ്കിൽ ലോകേഷ് ഭട്ട്, ജഗന്നാഥ് എന്നിവർക്കായി തിരച്ചിലിന് സാധ്യത പോലും അവശേഷിക്കുമായിരുന്നില്ല. നമ്മൾ എത്രയോ പുരോഗമിച്ച സമൂഹമാണ്. എന്നിട്ടും ദുരന്തമുഖങ്ങളിൽ ചിലയാളുകൾ ജാതിയും മതവും കാണുന്നു. ഇന്നലെ രാത്രി പോലും ഞാൻ അതോർത്ത് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ വരെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു. വിദ്വേഷങ്ങളില്ലാത്ത നാടാണ് നമുക്ക് വേണ്ടത്. ഷിരൂർ ദുരന്തത്തിൽ കേരളം കാണിച്ച ജാഗ്രതയും ഒത്തൊരുമയും വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പോസിറ്റീവായി ഫലം ചെയ്തുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദുരന്തമുഖങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കാൻ ഷിരൂർ അപകടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അർജുനു വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണമായിരുന്നു. ഒപ്പം നിന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും നന്ദി, മനാഫ് പറഞ്ഞു. ആ വണ്ടി പൊന്തിക്കുക, ആ ക്യാബിനിൻ്റെ ഉള്ളിൽ നിന്ന് അവനെ എടുക്കുക. നമുക്ക് ആ വണ്ടിയും വേണ്ട, മരവും വേണ്ട. ഒരു സാധാരണക്കാരന് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തത്. അവൻ്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് സാധിക്കും. ആരും കൂടെയില്ലെങ്കിലും സാധിക്കും. ആ ലോറി എനിക്ക് വേണ്ട, ഓനെ മതിയായിരുന്നു. ഷിരൂർ ഗംഗാവലിപ്പുഴയിൽ ലോറി കണ്ടെത്തിയ ശേഷം വിങ്ങിപ്പൊട്ടിയാണ് മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ ഇതുപോലൊരാൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് മനാഫ് എന്ന മനുഷ്യരെ സ്തുതി പാടുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ഒരു മുതലാളിയും തൻ്റെ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ മാസങ്ങൾ ആ ഇടം വിട്ട് മറ്റൊന്നിനും പോകാതെ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല, ഇത്ര പണം മുടക്കിയിട്ടുണ്ടാകില്ല, അധികാരികളുടെ പുറകെ കെഞ്ചി നടന്നിട്ടുണ്ടാകില്ല. മണ്ണിനടിയിൽ കിടക്കുന്നത് VIP ആണോ എന്ന് ഒരു സംസ്ഥാനത്തെ ഞെട്ടിച്ച മുതലാളി. മനാഫിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഇത് വരച്ചു കാണിക്കുന്നത് മുതലാളിക്ക് തൊഴിലാളിയോടുള്ള കടപ്പാട്. മനാഫ് എക്കാലവും മാതൃകയായി ഓർമ്മിക്കപ്പെടും. നിശ്ചയദാർഢ്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി തുടങ്ങി നിരവധി കുറിപ്പുകളാണ് മനാഫിനെക്കുറിച്ച് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.